ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു കൊറിയർ അയക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. നമ്മളിവിടെ മൊയ്നേൻ്റെ കൊറിയറാണ് അയക്കുന്നത്. ഒരു ലൈവ് ഫിഷാണ്, ഫുഡാണ് മൊയ്ന എന്ന് പറയുന്നത്. അന്നേരം അതിൻ്റെ കൊറിയർ എങ്ങനെയാണ് അയക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. നമുക്കൊരു കൊറിയർ അയക്കാൻ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കവേഴ്സ്, അതായത് നമ്മൾക്കിത് അയക്കാനുള്ള കവേഴ്സ് വേണം, പിന്നെ അയക്കേണ്ട മെറ്റീരിയൽ, പിന്നെ റബ്ബർ ബാൻഡ്, പിന്നെ സെലോ ടാപ്പ് ആൻഡ് എ ബോക്സ്. ഇതാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. നിങ്ങൾ മൊയ്നേനെ അയക്കുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊയ്നയും അതേപോലെ തന്നെ ലൈവ് ഫിഷൊക്കെ നിങ്ങൾ അയക്കുന്നതിന് മുമ്പേ ഒരു ദിവസം കണ്ടീഷൻ ചെയ്യാൻ വെക്കുന്നത് നല്ല കാര്യമായിരിക്കും. കാരണം ആയിട്ട് നിങ്ങൾക്ക് ഈ സ്ട്രെസ്സും ഫുഡിനോടുള്ള ഇതും ഒക്കെ ഒന്ന് ഈഗോ ഒക്കെ കുറഞ്ഞു കിട്ടാൻ വേണ്ടി ഈ കണ്ടീഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ലൈവ് ഫിഷ് അയക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒന്ന് കണ്ടീഷൻ ചെയ്യാൻ ശ്രമിക്കാം. ആദ്യം ഞാൻ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് വെച്ച മൊയ്നേനെ ഞാൻ കവറിലേക്ക് ആക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 പാക്കറ്റായിട്ടാണ് മൊയ്ന സെല്ല് ചെയ്യുന്നത്. കാരണം ഒരു കൾച്ചർ എന്തെങ്കിലും വക ഡിസ്ട്രോ ആയിപ്പോയി തന്നെ മറ്റേ കൾച്ചർ ഓൾക്ക് യൂസ് ചെയ്യാം എന്ന രീതിയിലാണ് ഞാൻ 2 പാക്കിലാക്കുന്നത്. നിങ്ങൾ മൊയ്നേനെ എടുത്തിട്ട് കവറിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിനെ ടോപ്പിൽ നിന്നും മെല്ലെ താഴ്ത്തി മടക്കുക. അതിന് ശേഷം എന്താക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരീൻ്റെ പ്ലീറ്റ് എടുക്കുന്ന പോലെ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുക. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നോട്ട് ഇട്ടതിന് ശേഷം അതൊന്ന് കറക്കുക. എന്നിട്ട് അതെന്താണ് ടൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്താക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെലോ ടാപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ കോർണർ ഫിഷ് കവേഴ്സിൻ്റെ കോർണറിലൊക്കെ മൊയിനും അതേപോലെ തന്നെ ഫിഷൊക്കെ പോയി നിന്ന് അവിടെ ഐറ്റങ്ങൾ ഡെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സെലോ ടാപ്പ് എടുക്കുന്നത്. സെലോ ടാപ്പ് എടുത്തിട്ട് നിങ്ങൾ എന്താക്കുക വെച്ചാൽ സൈഡിൽ കൂടെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് വെക്കുക. ഇതേപോലെ തന്നെ ഞാൻ ഒരു പാക്കും കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് വേഗം ഞാൻ ഫാസ്റ്റ് അടിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടീൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് മെയിനായി നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടി കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. ഞാനിവിടെ മൊയ്ന വിത്ത് മൊയ്ന നെറ്റാണ് സെയിൽ ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് സൈസിന് കിട്ടിയൊരു പെട്ടി എടുത്തതിന് ശേഷം ബാക്കി സ്ഥലങ്ങളൊക്കെ പേപ്പർ, അതായത് ന്യൂസ് പേപ്പേഴ്സ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം അതിനുണ്ടാകുന്ന ഷേക്ക് കാരണം ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഇത് പോകാൻ സാധ്യതയുണ്ട്, അതായത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടീൻ്റെ അകത്ത് പേപ്പർ വെക്കുന്നത്. നിങ്ങൾ പെട്ടീൻ്റെ അകത്ത് പേപ്പർ വെച്ചതിന് ശേഷം ആ പെട്ടി ഒന്നും കൂടെ ഒരു സെലോ ടാപ്പ് വെച്ചൊന്ന് ടൈറ്റാക്കി സെലോ ടാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നിങ്ങൾ എന്താക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ നിങ്ങൾ ആർക്കാണോ അയക്കാനുള്ളത് അവരുടെ അഡ്രസ്സ് എഴുതി വെക്കുക. അതിൽ വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ പേര് വേണം, ഫോൺ നമ്പർ വേണം, ഓലെ അഡ്രസ്സ് വേണം, പിന്നെ ഓലെ പിൻകോഡ്. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ഒരു കൊറിയറിൻ്റെ മേലെ എഴുതി വെക്കേണ്ടത്. ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് കൊറിയർ ഓഫീസ് കൊടുക്കാം. ഇവിടെ കൊറിയറിന് കേരളയിൽ ഏത് ഡിസ്ട്രിക്റ്റിലേക്കും ട്രാൻസ്പോർട്ടേഷന് 50 റുപ്പീസാണ് വരുന്നത്. അതായത് 1 kg താഴത്തുള്ള സാധനങ്ങൾക്ക് 50 റുപ്പീസ് ആണ് വരുന്നത്. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഇറ്റ്സ്